നമുക്ക് സാരിയുടെ ഒരു കളക്ഷനാണ്. സാരിയുടെ കളക്ഷനിൽ നമുക്ക് ബോഡിയിൽ ചെക്ക് പാറ്റേൺ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷനാണ്. ഒരു ബനാറസി സ്റ്റൈൽ പാറ്റേൺ ആട്ടോ വന്നിരിക്കുന്നത്. നല്ല ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലുമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1390 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ വരുമ്പോൾ കണ്ടോ, രണ്ട് സൈഡിലും ബോർഡേഴ്സ്. ഒരു സൈഡിലെ ബോർഡർ ഇങ്ങനെ വരും, എന്നിട്ട് ബോഡിയിൽ ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേൺ വരും. അതിൻ്റെ അടുത്ത ബോർഡർ വരുമ്പോൾ ഇതേപോലെ ബെൻഡെക്സ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബോർഡറാണ് വന്നിരിക്കുന്നത്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആട്ടോ ഇത്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും നമുക്ക് ആ സെയിം ചെക്ക് പാറ്റേണിൽ തന്നെ സ്ലീവ് എൻഡിൽ ബോർഡർ വന്നിരിക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. അത് കണ്ടോ, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. ഇനി 1 ലെയർ ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യേണ്ടവർക്ക് 1 ലെയർ ഇട്ടും സ്റ്റൈൽ ചെയ്യാം. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. ഇതിൻ്റെ ഫുൾ ബോഡി ഇതേ ഇങ്ങനെയാണ്. ആ ചെക്ക് പാറ്റേൺ വിത്ത് ആ ഒരു ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടിയ സാരിയിലൊക്കെ വരുന്ന അതേ പാറ്റേണിൽ തന്നെ കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് ആട്ടോ സാരി. ലൈറ്റ് വെയ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്, നല്ല ഒതുങ്ങി കിടക്കും, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. പ്ലീറ്റ് ചെയ്തിടേണ്ടവർക്ക് അങ്ങനെ ഇടാം, അല്ല നമുക്ക് 1 ലെയർ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. ഇത് കണ്ടോ, നല്ലൊരു ഒരു പിങ്ക് മെറൂണും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. ഇതെല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ്. പാറ്റേൺ ഒക്കെ സെയിം തന്നെ. അടുത്തത് നോക്കിയാൽ യെല്ലോ വരുമ്പോഴും നല്ല ഭംഗിയുള്ള ബോർഡേഴ്സുമായിട്ടുള്ള യെല്ലോ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ബർഗൻഡി ടോണിലേക്ക് വരും. ഇത് കണ്ടോ, അടുത്തത് വരുന്ന നല്ലൊരു കിങ് ഫിഷർ ബ്ലൂ. നല്ല ഭംഗിയാണ്. എല്ലാം നല്ല കളേഴ്സാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത്. ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കാനായിട്ട് നല്ല സാരിയാണ്. അടുത്ത് വരുന്ന ബ്ലാക്ക്. അപ്പോൾ ഇതിന് ഒക്കെ വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം കേട്ടോ. കാരണം ഇത് സിംഗിൾ ടോൺ ആണല്ലോ. ഇപ്പോൾ കോൺട്രാസ്റ്റ് പെയർ ചെയ്ത് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. അടുത്ത് വരുന്ന ഒരു ഇതിൻ്റെയൊക്കെ കളർ എനിക്ക് നല്ലൊരു സഫയർ ബ്ലൂ, ആ ഒരു ബ്ലൂ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഈ സഫയർ ബ്ലൂ സഫയർ ഗ്രീനൊക്കെ ചെറിയ വ്യത്യാസം വരും. ഇത് ശരിക്കും ഒരു സഫയർ ബ്ലൂ കോമ്പിനേഷന്, സഫയർ ബ്ലൂ കളറാണ്. അടുത്ത് വന്നിരിക്കുന്നത് നേവി ബ്ലൂ. നേവി ബ്ലൂ മെറ്റീരിയലും നല്ലതാണ്, നല്ല സോഫ്റ്റാണ്, ഒതുങ്ങി കിടക്കുകയും ചെയ്യും, ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. അടുത്ത് വരുന്നത് ഒരു അല്പം ലാവൻഡർ ബ്ലെൻഡ് ചെയ്തൊരു പിങ്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചെക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക്